ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി LGSൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വിശദമായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും പോയിൻറ്റ്സും ഒക്കെ പറയുന്നുണ്ട്. ഇത് 5ാമത്തെ ഭാഗമാണ്. കുറച്ച് ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഈ ക്ലാസ്സിൽ പരിചയപ്പെടാം. അപ്പോൾ വേഗം ക്ലാസ്സിലേക്ക് വരും. 36ാമത്തെ ചോദ്യം: കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലകളും ശരിയായി യോജിച്ച ജോഡികൾ കണ്ടെത്തുക. തന്നത് കരിമ്പുഴ മലപ്പുറം, ചിമ്മിനി പാലക്കാട്, ചെന്തുരുണി കൊല്ലം, ചൂലന്നൂർ തൃശ്ശൂർ. ഇങ്ങനെയാണ്. ഇതിലേതാണ് ശരി എന്നാണ് ചോദ്യം. കരിമ്പുഴ മലപ്പുറത്താണ്. ചിമ്മിനി എവിടെയാണ്? ചിമ്മിനി പാലക്കാടല്ല, തൃശ്ശൂരാണ് ചിമ്മിനി. ചെന്തുരുണി അല്ലെങ്കിൽ ശെന്തുരുണി കൊല്ലത്താണ്. ചൂലന്നൂർ പാലക്കാട്. ചൂലന്നൂർ മയിൽ വളർത്തൽ കേന്ദ്രം, മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. KK നീലകണ്ഠൻ്റെ പേരിലുള്ള അല്ലേ, അത് പാലക്കാട്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? കരിമ്പുഴ മലപ്പുറം, ചെന്തുരുണി കൊല്ലം. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെക്കുറിച്ചൊന്ന് നോക്കാം. കേരളത്തിലെ ആദ്യത്തെയും ഏറ്റവും വലുതും പെരിയാർ വന്യജീവി സങ്കേതം. 1950 പെരിയാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നു. അതിൻ്റെ മുൻപ് എന്തായിരുന്നു അതിൻ്റെ പേര്? 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാഞ്ചുറി എന്നായിരുന്നു അതിൻ്റെ പേര്. 1934 നെല്ലിക്കാംപെട്ടിയായിരുന്നു. 1950 പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതത്തിൻ്റെ വിസ്തീർണം 777 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ്. പെരിയാർ വന്യജീവി സങ്കേതം 1978 പെരിയാർ ടൈഗർ റിസർവ് ആക്കി. പെരിയാർ ടൈഗർ റിസർവ് ആയത് 1978 ഇന്ത്യയിലെ 10ാമത്തെ ടൈഗർ റിസർവാണ് പെരിയാർ ടൈഗർ റിസർവ്. എന്നാണ് നിലവിൽ വന്നത്? 1978. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ റിസർവാണ് പെരിയാർ ടൈഗർ റിസർവ്. ഇനി വേൾഡ് ബാങ്കിൻ്റെ BCRLIP പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ കേരളത്തിലെ ഒരു ടൈഗർ റിസർവാണ് പെരിയാർ. എന്താണ് BCRLIP? അത് വേൾഡ് ബാങ്കിൻ്റെ ഒരു പ്രോഗ്രാമാണ്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ആൻഡ് റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെൻറ്റ് പ്രൊജക്റ്റ്. വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973. വേറെ പേരെന്താ? തോൽപ്പെട്ടി അല്ലെങ്കിൽ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതം ആണ്. 1973 നിലവിൽ വന്നു. ആസ്ഥാനം സുൽത്താൻ ബത്തേരി. സംരക്ഷിക്കുന്ന മൃഗം ആനയാണ്. വയനാട് വന്യജീവി സങ്കേതവുമായി അതിർത്തി പങ്കിടുന്ന തമിഴ്നാട്ടിലെ വന്യജീവി സങ്കേതമാണ് മുതുമലൈ. കർണാടകയിലെ വന്യജീവി സങ്കേതം ബന്ദിപ്പൂരാണ്. ഇനി പറമ്പിക്കുളം നോക്കാം. പറമ്പിക്കുളം വന്യജീവി സങ്കേതം എവിടെയാണ്? പാലക്കാടാണ്. കേരളത്തിലൂടെ പ്രവേശനമില്ലാത്ത ഒരേ ഒരു വന്യജീവി സങ്കേതം, കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. ടൈഗർ റിസർവ് ആക്കിയത് 2010. വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ സംരക്ഷിച്ചു പോരുന്നത് കാട്ടുപോത്തുകളെയാണ്. കേരളത്തിലെ 2ാമത്തെ ടൈഗർ റിസർവാണ്. ഇന്ത്യയിലെ 38ാമത്തതും. റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ട IUCNൻ്റെ റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. അപ്പോൾ എന്താ പറഞ്ഞത്? കേരളത്തിലെ 2ാമത്തെ ടൈഗർ റിസർവ്, ഇന്ത്യയിലെ 38ാമത്തെ ടൈഗർ റിസർവ് 2010 നിലവിൽ വന്നു. കേരളത്തിലൂടെ പ്രവേശനമില്ല. IUCNൻ്റെ റെഡ് ഡാറ്റ ബുക്കിൽ ഉൾപ്പെട്ട ടൈഗർ റിസർവാണ്. കാട്ടുപോത്തുകളെ സംരക്ഷിക്കുന്നു. 37 സൈലന്റ് വാലി ദേശീയോദ്യാനം സംബന്ധിച്ച പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 1. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകളെ കാണപ്പെടുന്നു. ചീവീടുകൾ അപൂർവമായതുകൊണ്ട് ഈ പ്രദേശത്തിന് നിശബ്ദ താഴ്വര എന്ന് പേര് വന്നത്. 1984 നിലവിൽ വന്ന ഇത്
മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ഇതിലേതാണ് തെറ്റ് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നോക്കാം. 1984 നിലവിൽ വന്നു തന്നെ, പക്ഷേ മലപ്പുറം ജില്ലയിലല്ല, പാലക്കാട് ജില്ലയിലാണ് അല്ലേ. നമുക്ക് സൈലൻറ്റ് വാലിയെക്കുറിച്ച് പോയിന്റ്സ് നോക്കാം. പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായിട്ട് സൈലൻറ്റ് വാലി സ്ഥിതി ചെയ്യുന്നു. സൈലൻറ്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് ബ്രിട്ടീഷുകാരനായ റോബർട്ട് റൈറ്റ് ആണ്. കാരണം ചീവീടുകളില്ലാത്തത് കൊണ്ട് നിശബ്ദ താഴ്വര അല്ലെങ്കിൽ സൈലൻറ്റ് വാലി എന്ന് പേര് നിർദ്ദേശിച്ചു റോബർട്ട് റൈറ്റ്. നീലഗിരി ബയോസ്ഫിയറിൻ്റെ ഭാഗമായി മണ്ണാർക്കാട് താലൂക്കിൽ പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് സൈലൻറ്റ് വാലിയാണ്. കേരളത്തിലെ ഏക കന്യാവനം സൈരന്ധ്രി എന്ന് അറിയപ്പെട്ടിരുന്നു പുരാണങ്ങളിൽ. പിന്നെന്താ, ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് സൈലൻറ്റ് വാലിയിലാണെന്നാണ് പറയുന്നത്. ചോദിച്ച ചോദ്യമാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലൻറ്റ് വാലി. എന്തൊക്കെ പറഞ്ഞത്? ഏറ്റവും വലിയ മഴക്കാടാണ്, കേരളത്തിലെ ഏക കന്യാവനമാണ്, ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യം കാണപ്പെടുന്നു, നിത്യഹരിതവനം സൈലൻറ്റ് വാലിയാണ്. ഇനി അവിടെ വെടിപ്ലാവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നു. സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമമാണ് മക്കാക്ക സിലനസ്. ശ്രദ്ധിച്ചു വെക്കണം. കുലീനിയ എക്സാലിറേറ്റയാണ് വെടിപ്ലാവിൻ്റെ ശാസ്ത്രീയ നാമം. മക്കാക്ക സിലനസും കുലീനിയ എക്സാലിറേറ്റയും. ഇനി എപ്പോഴും നോക്കുന്ന കുറച്ച് വർഷം പറയാം. 1984 ഇന്ദിരാഗാന്ധി സൈലൻറ്റ് വാലിയെ സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1985 രാജീവ് ഗാന്ധി സൈലൻറ്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തു. 2007 ബഫർ സോണായി പ്രഖ്യാപിച്ചു. 2009 സൈലൻറ്റ് വാലിയുടെ പേരിൽ സ്റ്റാമ്പും പുറത്തിറങ്ങി. 2009 സ്റ്റാമ്പ്, 2007 ബഫർ സോൺ, 1985 ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധി. 1984 ദേശീയോദ്യാനമായി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ചോദ്യം വരാറുണ്ട്. സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ് 1978 നടന്നത്. നേതൃത്വം നൽകിയ സംഘടന കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഒട്ടനവധി എഴുത്തുകാരും ഇതിൽ പങ്കെടുത്തിരുന്നു. പ്രശസ്തയായ കഥാകൃത്ത് സുഗതകുമാരി ഇതിന് നേതൃത്വം നൽകിയിരുന്നു. ഇപ്പോൾ സുഗതകുമാരിയെ ചോദിക്കാറുണ്ട്. സേവ് സൈലൻറ്റ് വാലി മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയ എഴുത്തുകാരി സുഗതകുമാരി. ഏത് വർഷമാണ് നടന്നത്? 1978. എന്താണ് ഇങ്ങനെ ഒരു സമരം ഉണ്ടാവാൻ കാരണം? സേവ് സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ് സുഗതകുമാരിയും ശാസ്ത്ര സാഹിത്യ പരിഷത്തും ഒക്കെ നേതൃത്വം കൊടുത്ത 1978 സേവ് സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ് ഉണ്ടാകാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഏറ്റവും മലിനീകരണം കുറഞ്ഞ പുഴയാണ് കുന്തിപ്പുഴ. സൈലൻറ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. KSEB ഒരു പ്രൊജക്റ്റ് വെച്ചു, ഒരു ഡാം കുന്തിപ്പുഴയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ. അത് 1973 ഫെബ്രുവരിയിൽ പ്ലാനിംഗ് കമ്മീഷൻ അത് അപ്രൂവ് ചെയ്തു. 25 കോടിയോളം അതിന് മാറ്റിവെക്കുകയും ചെയ്തു പ്ലാനിംഗ് കമ്മീഷൻ. പക്ഷേ അങ്ങനെ ഒരു ഡാം വന്നാൽ അവിടെയുള്ള ജൈവ വൈവിധ്യത്തിന് കോട്ടം തട്ടും, ഒരുപാട് മരങ്ങൾ മുറിക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭം കൊണ്ടുവന്നു. അങ്ങനെ ശക്തമായ പ്രക്ഷോഭത്തെ തുടർന്ന് 1981 ഇന്ദിരാഗാന്ധി ഒരു പുനരവലോകന കമ്മിറ്റി നിയമിച്ചുകൊണ്ട് ഒന്നുകൂടി ഡാം കൺസ്ട്രക്ഷനെ കുറിച്ച് പഠിക്കാൻ ഏർപ്പാടാക്കി. അങ്ങനെ 1983 ഇന്ദിരാഗാന്ധി ഈ പ്രൊജക്റ്റ് ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ 1984 സൈലൻറ്റ് വാലിയെ ദേശീയ ഉദ്യാനമായി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാണ് 78 സേവ് സൈലൻറ്റ് വാലി മൂവ്മെൻറ്റ്. അടുത്ത ചോദ്യം 38. കേരളത്തിലെ കായിക രംഗവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏതാണ്? കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗോദവർമ്മ രാജ, GV രാജ.
ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി.ടി. ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗ് കളിച്ച ആദ്യത്തെ ഏഷ്യക്കാരി ജിമ്മി ജോർജ്. ഇതെല്ലാം ശരിയാണ്. കായിക കേരളത്തിൻ്റെ പിതാവ് GV രാജയാണ്. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത പി.ടി. ഉഷ. ഇന്ത്യക്ക് വേണ്ടി യൂറോപ്യൻ വോളിബോൾ ലീഗിൽ കളിച്ച ആദ്യ ഏഷ്യക്കാരൻ ജിമ്മി ജോർജാണ്. എല്ലാം ശരിയാണ്. 39. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. കേരള നിയമസഭ 1992 കേരള പഞ്ചായത്ത് രാജ് നിയമം പാസാക്കി. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 പഞ്ചായത്തുകളും നിലവിലുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷാണ്. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം കേരള നിയമസഭ 1994 കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയത്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തും ഉണ്ട്. തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ പ്രസ്താവന മാത്രമേ തെറ്റുള്ളത്. 40. താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. കേരള സ്പീക്കർ AN ഷംസീറാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡാണ്. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ല, നമ്മളെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് DY ധനഞ്ജയ് Y ചന്ദ്രചൂഡ് അല്ലേ. നമ്മൾ ഇതിന് മുൻപ് ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് പഠിച്ചത് യൂണിവേഴ്സിറ്റി LGS ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അടുത്ത 5 ക്വസ്റ്റ്യനും റിലേറ്റഡ് ഫാക്ട്സുമാണ്. 40 ക്വസ്റ്റ്യൻസായി. അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് പറഞ്ഞു, കുറേ അധികം പോയിൻറ്റ്സ് പറഞ്ഞു. ഇനി കുറച്ച് ചോദ്യങ്ങൾ കൂടി ഉണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ഉടനെ അടുത്ത ക്ലാസ്സിൽ കാണാം മറ്റു ചോദ്യങ്ങളുമായി. ഓക്കെ, സി യു.